നടൻ ദേവൻ BJP വിട്ടു. അദ്ദേഹം ആലപ്പുഴ കളിച്ചുകുളങ്ങര ക്ഷേത്ര ദർശനത്തിന് വന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം സംസ്ഥാന BJPയുടെ വൈസ് പ്രസിഡൻ്റാണ്. നല്ലൊരു നടനായ ദേവൻ BJP ചേർന്നപ്പം എല്ലാവരും അതിശയിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് BJPയിലാണ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. BJPക്ക് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം BJP തന്നെ ആണെങ്കിലും അദ്ദേഹത്തിനെ ആരും ഗവനിച്ചില്ല, അദ്ദേഹത്തിനെ ആരും കണ്ടില്ല. അദ്ദേഹം ഒരു നടനായിട്ട് കേരളം മുഴുവൻ പോപ്പുലറായ വ്യക്തിയാണ്. ഈ 5 വർഷം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി എൻ്റെ ലൈൻ ഇതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കി. 4-5 വർഷം മുമ്പ് ഈ തീരുമാനമെടുത്തു. അന്ന് മുതൽ രാജിക്കത്ത് തയ്യാറാക്കി. അയാളെ BJPയിൽ നിന്നും അതുപോലെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിക്കത്ത് തയ്യാറാക്കി. അതിൻ്റെ പ്രഖ്യാപനമാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം കേരളത്തിലെ ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് ഒരു 1500 വർഷത്തെ പഴക്കമുണ്ട്. അവിടുത്തെ ദേവിക്ക് വലിയ ശക്തിയുണ്ട്. അത് വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ദേവിയുടെ മഹാത്മ്യം പാടിപ്പോഴ്ത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഏതായാലും ദേവൻ്റെ ഈ തീരുമാനം അടുത്ത രാഷ്ട്രീയ നീക്കം എങ്ങോട്ടെന്ന് എല്ലാവരും ചിന്തിക്കും. കണിച്ചുകുളങ്ങര പോയി അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചതുകൊണ്ട് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം ചേരുമോ, അതോ വർക്കലയിലെ സ്വാമിമാരുടെ ഒപ്പം ചേരുമോ എന്നാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. വർക്കല സ്വാമിമാരെ അവിടെ കേരളത്തിലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ പലരും അവസാന കാലഘട്ടത്തിൽ വർക്കല സ്വാമിയുടെ ആശ്രമത്തിലായിരുന്നു. B. വില്ലിങ്കടനും ജോൺ മാഞ്ഞൂരാനും ഒക്കെ അവസാന കാലഘട്ടത്തിൽ വർക്കല സ്വാമിമാരെ അവരോടൊപ്പമായിരുന്നു അവർ വസിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയമായ പിന്മാറ്റം പലരും നടത്തുന്ന ഇതുപോലെ സർവ്വമതങ്ങളെ ഒരേ ദിശയിലും ഒരേ കണ്ണുകൊണ്ടും കാണുന്ന വർക്കലയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സമാധിക്ക് അവിടെ തന്നെയാണ് പലരും ചെന്നു ചേരുന്നത്. ദേവൻ അങ്ങോട്ടാണോ പോകുന്നത് അതോ വെള്ളാപ്പള്ളി പക്ഷത്തേക്ക്? അവിടെ ഇപ്പം എന്തായാലും വെള്ളാപ്പള്ളിയും മകനുമല്ല, മറ്റ് നേതാക്കന്മാർ ആരുമില്ല. അത് ഉദ്ദേശിച്ചാണോ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പോയത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും BJPയിലേക്കില്ല, അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൻ പിന്മാറി. ഇനി പുതിയൊരു രാഷ്ട്രീയ ഏതെങ്കിലും ലൈൻ അദ്ദേഹം സ്വീകരിക്കുമോ, അത് ശ്രീനാരായണ ഗുരു ഭക്തനായിട്ട് വർക്കലയിലായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നു. അതുതന്നെയല്ല, ആധുനിക കാലത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം വർക്കല സ്വാമിമാർ റോമിലെ മാർപ്പാപ്പയുടെ അടുത്ത് പോയി അവർ കണ്ടിരുന്നു. അവിടെ ചില ചടങ്ങുകളിലൊക്കെ അവരുണ്ടായിരുന്നു. അതുപോലെ ജപ്പാനിൽ അവിടെയും ഇവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. വർക്കല ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സന്ദേശം അത് ലോകത്തിൻ്റെ പല ഭാഗത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് റോമിലും അതുപോലെ പോപ്പിൻ്റെ അവിടെയും ജപ്പാനിലുമൊക്കെ ഇവർ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം 1000-1500 വർഷം പഴക്കമുള്ള കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ തന്നെ പോയി അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഒരു അമ്പലം തന്നെയാണ് അത് കണിച്ചുകുളങ്ങര. ആ ദേവിയുടെ മഹാത്ഭുതങ്ങളെ പറ്റിയൊക്കെ പല ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വലിയ സ്വാധീനമുള്ള ഏരിയ ഉണ്ട് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് തന്നെ. അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യങ്ങളും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ ഇന്ത്യയിലും ബംഗ്ലാദേശിലും തായ്ലൻഡിലും അതുപോലെ ഏഷ്യൻ പല രാജ്യങ്ങളിലും പല അമ്പലങ്ങളും പല അമ്പലങ്ങളും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പണിതിട്ടുമുണ്ട്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്
അദ്ദേഹം കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പോയി എടുത്തിരിക്കുന്നത്. കാരണം ദേവിയുടെ സാന്നിധ്യത്തിലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത രാഷ്ട്രീയ നീക്കം വല്ലതും ഉണ്ടോ, അതെങ്ങോട്ടാണ്, അതിനൊരു മുന്നോടിയായിട്ട് ഒരു ഇൻഡിക്കേഷനാണോ കണിച്ചുകുളങ്ങരയിൽ പോയി അദ്ദേഹം BJP നിന്ന് രാജിവെച്ച് പോയത്? ഇനി വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നാണ് ഞാൻ കരുതുന്നത്.